Emmanuel Silks Jai Hind Film Awards 2011. Brought to you by Emmanuel Silks. Powered by Bhima Jewelers. Best Female Singer നുള്ള അവാർഡാണ് അടുത്തത് നമ്മൾ കാഴ്ചവെക്കാൻ പോകുന്നത്. ബെസ്റ്റ് ഫീമെയിൽ സിംഗർ എൻ്റെ ഒരു പേഴ്സണൽ ഫ്രണ്ടും കൂടിയാണ്. എനിക്ക് ഭയങ്കര സന്തോഷമാണ്. ബിക്കോസ് ഫ്രം ദ ടൈം ഷീ എൻറ്റേർഡ് ദ പ്ലേ ബാക്ക് ഫീൽഡ് കുറച്ച് വർഷങ്ങളെ ആയിട്ടുള്ളൂ. ബട്ട് ആദ്യത്തെ പാട്ട് തൊട്ട് ഇഫ് ഐ എം നോട്ട് മിസ്റ്റേക്കൻ ആദ്യത്തെ പാട്ട് ലയൻ എന്ന ചിത്രത്തിൽ സുന്ദരി ഒന്ന് പറയൂ പ്രാണസഖി ആയിരുന്നു. ആ പാട്ട് തൊട്ട് ഇപ്പോഴും പാടിക്കൊണ്ടിരിക്കുന്ന ഓരോരോ പാട്ടും ഭയങ്കര സൂപ്പർ ഹിറ്റ്സ് ആണ്. നിങ്ങളെല്ലാവരുടെയും പ്രിയപ്പെട്ട ഗായിക ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ മാവിൻ ചുവട്ടിലെ എന്ന ഗാനം ഹൃദ്യമായി ആലപിച്ച ഗായിക. ലെറ്റ്സ് വെൽക്കം ഫോർ ദ ബെസ്റ്റ് ഫീമെയിൽ സിംഗർ ഓഫ് ജയ് ഹിന്ദ് ഫിലിം അവാർഡ്സ് ശ്വേത മോഹൻ. മധുരഗാനങ്ങളുടെ തൂവൽ സ്പർശവുമായി സ്വരമാധുരിയുടെ പുതിയ പാലാഴി തീർത്ത പാട്ടിന്റെ മകൾ. മെലഡിയുടെ മാധുര്യത്തിന് എന്നും കാതോർക്കുന്ന മലയാളിക്ക് ലഭിച്ച സ്വരസൗഭാഗ്യം. ചുരുങ്ങിയ കാലം കൊണ്ടുതന്നെ പാടിയ പാട്ടുകളെല്ലാം ഹിറ്റാക്കി മാറ്റിയ ഗായിക. ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ മാവിൻ ചോട്ടിലെ എന്ന് തുടങ്ങുന്ന ഗാനം ഇമ്പമാർന്ന ആലാപനത്തിലൂടെ അനശ്വരമാക്കി മികവിന്റെ നെറുകയിൽ നിൽക്കുന്ന ശബ്ദമാധുര്യം. ശ്വേത മോഹൻ. ശ്വേത മോഹന് മെമെന്റോ നൽകുന്നതിനായി സ്വാഗതം ചെയ്യട്ടെ ശ്രീ പന്തളം സുധാകരൻ, ഗാനരചയിതാവ്, അതുപോലെ ഡയറക്ടർ ജയ് ഹിന്ദ് TV. പ്രശസ്തി പത്രം നൽകുന്നതിനായി സ്വാഗതം ചെയ്യുന്നു ശ്രീ ഫെലിക്സ് സൈമൺ, ഡയറക്ടർ ജയ് ഹിന്ദ് TV. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി ലാൻഡ് ലിങ്ക് ഡെവലപ്പേഴ്സ് പാലക്കാടിൻ്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ സേതു മാധവനെയും സ്വാഗതം ചെയ്യുന്നു. എൻ്റെ ലൈഫിലെ എൻ്റെ ഏറ്റവും വലിയ ഇൻസ്പിറേഷനായ ദാസമാമയ്ക്കൊരു അവാർഡ് കൊടുക്കുന്ന ഫംഗ്ഷനിൽ എനിക്കൊരു അവാർഡ് തന്നതിന് ജയ് ഹിന്ദിനോട് ഒരുപാട് 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 നന്ദി. ജയ് ഹിന്ദിനോടും ജൂറി മെമ്പേഴ്സിനോടും നിങ്ങൾ ഓരോരുത്തരോടും എൻ്റെ ഇന്നത്തെ സ്പെഷ്യൽ ഡേ, എൻ്റെ ബർത്ത്ഡേ ശരിക്കും റിയലി സ്പെഷ്യലായി. താങ്ക് യു സോ മച്ച്. അവാർഡ് വാങ്ങി ഞങ്ങൾ റെക്കോർഡിൽ കേട്ടിട്ടുണ്ട്, ഇഷ്ടം മാതിരി ഞങ്ങൾ കേട്ടിട്ടുണ്ട്. ബട്ട് ഒരു ലൈവ് സീൻ അത് ഈ വേദിയിൽ ക്രിയേറ്റ് ചെയ്യണം ഞങ്ങൾക്കായിട്ട്. Will you sing this song for us? Definitely. Okay, the stage is all yours. So put your hands together for Shweta Mohan.
കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കി കരഞ്ഞു. അവൾ മുഖമൊന്നുയർത്താതെ നിന്നു. പകലിനെ സ്നേഹിച്ചു കൊതി തീരാതൊരു പൂവ് പടിഞ്ഞാറ് നോക്കി കരഞ്ഞു. അവൾ പാതിമയക്കത്തിൽ നിന്നു. ഒരു കാറ്റുമെയ്തലോടി അറിയാതെ പാട്ടുമൂളി. ഒരു കാറ്റുമെയ്തലോടി അറിയാതെ പാട്ടുമൂളി. അതിലലിയാത്ത വെയിലോർമ്മയിൽ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. കളിവാക്കു ചൊല്ലിയ കളിക്കൂട്ടുകാരിയെ കരയിച്ച കാര്യം മറന്നു. അതി സുഖമുള്ള നോവും മറന്നു. നുണ പറഞ്ഞപ്പോഴോ ഞാറപ്പഴം തിന്ന് തൊടിയും നിലാവും മറഞ്ഞു. കാവിൽ കിളിയും കിനാവും മയങ്ങി. നിറവാർന്ന സത്യമാഞ്ഞു മഴയുള്ള രാത്രി പോയി. നിറവാർന്ന സത്യമാഞ്ഞു മഴയുള്ള രാത്രി പോയി. അതിൽ മറയാത്ത മഴയോർമ്മയിൽ ബാല്യം. മാവിൻ ചോട്ടിലെ മണമുള്ള മധുരമായി മനതാരിൽ കുളിരുന്നിൻ ബാല്യം. ആരോ നീട്ടിയ മഷിത്തണ്ടിൻ കുളിരുള്ള തളിരോർമ്മയാണെൻ്റെ ബാല്യം. ചെളിമണ്ണിൽ പാവാട ചായം തേക്കും. അതു കാണേ കളിയാക്കും ഇളനാപ്പുകൾ. കളിയാടുന്ന പാടത്ത് കതിരോർമ്മ ബാല്യം. അടുത്ത award is for the best lyricist. മലയാളികൾ ഹൃദയത്തോട് ചേർത്ത് വെച്ച നിരവധി ഗാനങ്ങൾ രചിച്ചു വിട പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട ഗിരീഷ് പുത്തഞ്ചേരി സാർ. ഷിക്കാർ എന്ന ചിത്രത്തിലെ ആ മനോഹരമായ ഗാനം വീണ്ടും നമ്മുടെ ഓർമ്മകളിലേക്ക് എത്തുന്നു. ഗിരീഷ് പുത്തഞ്ചേരി. പിന്നെയും പിന്നെയും കാതോർക്കുന്ന പാട്ടിന്റെ പദനിസ്വനം, മനസ്സിന്റെ ആഴങ്ങളിൽ തൊടുന്ന വരികൾ കോറിയിട്ട് ചലച്ചിത്ര ഗാനശാഖയെ സമ്പുഷ്ടമാക്കിയ കവി. ഒരു രാത്രി കൂടി വിടവാങ്ങവേ ഒരു പാട്ടുമൂളി വെയിൽ വീഴ. മഞ്ഞുതുള്ളിയുടെ നൈർമല്യവും നെഞ്ചിലെരിയുന്ന മൺവിളക്കിന്റെ ചൂടും കവിതയിൽ നിറച്ച രചനാചാരുത. പിന്നെ എന്നോടൊന്നും പറയാതെ ഇനിയും എഴുതിത്തീരാത്ത ഗാനങ്ങൾ ബാക്കിയാക്കി ആകാശദീപങ്ങളുടെ പ്രകാശവലയത്തിൽ അലിഞ്ഞു ചേർന്ന് ദീപ്തസ്മരണയായി മാറിയ മലയാളത്തിന്റെ പ്രിയപ്പെട്ട ഗാനരചയിതാവ് ഗിരീഷ് പുത്തഞ്ചേരി. ഈ അവാർഡ് ഏറ്റുവാങ്ങുന്നതിനായി അദ്ദേഹത്തിന്റെ മകൻ ശ്രീ ജിതിൻ കൃഷ്ണനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. മെമന്റോ നൽകുന്നതിനായി മുൻ മന്ത്രിയും ജയഹിന്ദ് TV മാനേജിംഗ് ഡയറക്ടറുമായ ശ്രീ MM ഹസനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു. പ്രശസ്തി പത്രം നൽകുന്നതിനായി മുൻ മന്ത്രിയും ഗാനരചയിതാവുമായ ശ്രീ പന്തളം സുധാകരനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യട്ടെ കാത്തലിക് സിറിയൻ ബാങ്കിന്റെ ഡെപ്യൂട്ടി ജനറൽ മാനേജർ ശ്രീ PP ഭാസ്കരൻ.
അടുത്ത അവാർഡ് ഈസ് ഫോർ ദ ബെസ്റ്റ് മ്യൂസിക് ഡയറക്ടർ. മലയാളികളുടെ പ്രിയപ്പെട്ട ഗായകൻ, ഇപ്പോൾ ഇതാ മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു പിടി പാട്ടുകളുടെ സംഗീത സംവിധായകൻ, ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് സംഗീതം നൽകിയ നമ്മുടെ സ്വന്തം MG ശ്രീകുമാർ. എൺപതുകളിൽ മലയാളികൾ ആവേശപൂർവ്വം സ്വീകരിച്ച പുതിയ ഗായക ശബ്ദം. കണ്ണീർ പൂവിൻ്റെ കവിളിൽ തലോടി ഈണം മുഴങ്ങും പഴംപാട്ടിൽ മുങ്ങി. പാട്ടിന്റെ 25 വർഷങ്ങൾ പൂർത്തിയാകുമ്പോൾ പൂത്തുനിൽക്കുന്ന ഒരു ഗാനവസന്തം. മലയാളികൾ ഏറ്റുപാടി വിജയിപ്പിച്ച പാട്ടുകളുമായി വിജയയാത്ര തുടരുമ്പോൾ ഉള്ളിലെ സംഗീതത്തിന് പുതിയ വഴികളൊരുക്കുന്ന സംഗീത പ്രതിഭ. പാടാൻ നിനക്കൊരു പാട്ടു തന്നെങ്കിലും പാടാത്തത്. ഒരു നാൾ വരും എന്ന ചിത്രത്തിലെ ഗാനങ്ങൾക്ക് ഈണമിട്ട് സംഗീത സംവിധാന രംഗത്തേക്കുള്ള കടന്നുവരവിനെ അർത്ഥപൂർണമാക്കിയ രാഗങ്ങളുടെ രാജകുമാരൻ ശ്രീ MG ശ്രീകുമാർ. അദ്ദേഹത്തിന് മെമന്റോ നൽകുന്നതിനായി സ്വാഗതം ചെയ്യട്ടെ. ജയൻ ടിവിയുടെ ഡയറക്ടർ ശ്രീ എൽദോസ് മത്തായിയെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാണ്. ക്യാഷ് അവാർഡ് നൽകുന്നതിനായി സ്വാഗതം ചെയ്യട്ടെ EC കുക്കിന്റെ മാനേജിംഗ് ഡയറക്ടർ ശ്രീ അബ്ദുൾ മജീദ്. ഒരുപാട് കലാകാരന്മാരുള്ള കൊച്ചിയിൽ വെച്ച് ജയ്ഹിന്ദിൻ്റെ സംഗീത സംവിധാനത്തിൽ അവാർഡ് ലഭിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് കടപ്പാടുകളാണ്. മണിയമ്പിള്ള രാജു തൊട്ട് ഒരുപാട് ആൾക്കാരുണ്ട് എന്നെ സഹായിച്ച ഈ പടം തന്നത്. അതുപോലെ തന്നെ ഇവിടെ ഇന്ന് ജയ്ഹിന്ദ് ചെയ്ത ഒരു പ്രവൃത്തി കണ്ട് ഒരുപാട് കണ്ണ് നിറഞ്ഞു പോയി. കാരണം നമ്മുടെ വളരെ സീനിയറായിട്ടുള്ള കലാകാരന്മാരെ ആദരിക്കുകയും അതുപോലെ തന്നെ ജോൺസേട്ടൻ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുകയും, എന്തുകൊണ്ടോ കാരണം ഇവരെ എന്നും സ്വപ്നം കാണാറുള്ള വ്യക്തികളാണ് ജോൺസേട്ടൻ, അതുപോലെ ഗിരീഷ് പുത്തഞ്ചേരി എൻ്റെ അടുത്ത സുഹൃത്ത്, അതുപോലെ തന്നെ എൻ്റെ സ്വന്തം ജ്യേഷ്ഠൻ MG രാധാകൃഷ്ണൻ. ഇവരെയൊക്കെ എന്നും സ്വപ്നം കാണാറുണ്ട്. അവരുടെ വഴികളിലൂടെയാണ് ഞാൻ ഒരു തുടക്കക്കാരനായിരിക്കുന്നത്. ഈ അവാർഡ് തീർച്ചയായിട്ടും എൻ്റെ ഹൃദയത്തിൽ ഞാൻ എന്നും സൂക്ഷിക്കും. പ്രത്യേകിച്ച് ഇതുപോലെ ഒരു വിശിഷ്ട അതിഥികൾ, അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് എൻ്റെ മറ്റൊരു ചേട്ടൻ എന്നേ പറയാൻ പറ്റത്തുള്ളൂ. എൻ്റെ കുടുംബത്തിലെ അംഗമായ ദാസേട്ടന് മുമ്പിൽ വെച്ച് ഈ അവാർഡ് കിട്ടിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ദാസേട്ട. താങ്ക് യു വെരി മച്ച്. ചേട്ടാ, ഒരു നിമിഷം. ചേട്ടൻ്റെ കണ്ണ് നിറഞ്ഞു കാണുന്നത് ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഞാൻ. മലയാള പിന്നണി ഗാന രംഗം എടുത്താൽ തന്നെ നിരവധി ഗായകരുണ്ട്, അഭിമാനിക്കാവുന്നവർ. യേശുദാസ്, ജയന്തരൻ, MG ശ്രീകുമാർ, സുജാത, ഒത്തിരി പേരുണ്ട്. പക്ഷെ അതിൽ ചിരിക്കുന്ന ഒരു ഗായകനായിട്ടാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ കരഞ്ഞുകൊണ്ടുള്ളൊരു ശ്രീകുട്ടൻ ചേട്ടനെ നമുക്ക് കാണണ്ട, ഒന്ന് ചിരിച്ചുകൊണ്ട് വേദിയിൽ നിന്ന് പോവുക. അങ്ങനെ ചിരിക്കാൻ പറഞ്ഞാൽ എങ്ങനെയാണ് ചിരിക്കുന്നത്? പറ്റില്ലെന്നറിയാം, പക്ഷേ ചിരിയിലൂടെ ഒരു ഗാനം ആലപിച്ചുകൊണ്ട്. ഞാൻ പാടാൻ ഉദ്ദേശിച്ച ഗാനം ശ്വേത മാവിൻ ചോട്ടിലെ മനോഹരമായിട്ട് പാടി. പിന്നൊരു ഗാനം കണ്ണീർ പൂവിൻ്റെ, അതും പാടി. പിന്നെ ഞാൻ എൻ്റെ കയ്യിലൊരു പുസ്തകം കൊണ്ടുവന്നിട്ടുണ്ട്. കാരണം എന്തായാലും ഞാൻ പെടും എന്നെനിക്കറിയാം. അപ്പോൾ ഞാൻ എല്ലാവരുടെയും അനുവാദത്തോടു കൂടി എൻ്റെ കുറച്ച് ഓർമ്മക്കുറിപ്പുകൾ ഞാൻ പാടുകയാണ്. ദാസേട്ടൻ ക്ഷമിക്കണം കേട്ടോ, ഇച്ചിരി അടിപൊളിയാണ്. താങ്ക് യു. അക്ഷര നക്ഷത്രം കോർത്ത ജപമാലയും കയ്യിലേന്തി അഗ്നിയിൽ സ്ഫുടം ചെയ്തെടുത്ത മനസാം ശംഖുമൂതി ജന്മഗേഹം വിട്ടിറങ്ങിപ്പോരും അഭയാർത്ഥിയാമൻ ഭിക്ഷാപാത്രത്തിൽ നിറയ്ക്കുക നിങ്ങൾ ഇത്തിരി സ്നേഹാമൃതം. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയിൽ നിറവാർന്ന ചന്ദ്രികയിൽ ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ വരൂ നിറഞ്ഞ സായം സന്ധ്യയിൽ. ഒരു പൂവിതളിൽ നറുപുഞ്ചിരിയിൽ നിറവാർന്ന ചന്ദ്രികയിൽ ഇനി എൻ മനസ്സിൻ കുളിരോർമകളിൽ
വരൂ നിറഞ്ഞ സായം സന്ധ്യേ ഒരു പൂവിതളിൻ ദൂരെ 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 പാടും വാനം പാടി പോരു പോരു കാടിൻ തെങ്ങൽ കേൾക്കുന്നില്ലേ പാടി 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 പോകും വാനം പാടി താഴെ 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 കാട്ടിൽ കൂടുന്നില്ലേ എന്തേ തുമ്പി തുള്ളാൻ എന്തേ പോരാട്ടു അന്തിച്ചൊപ്പിൻ പൊന്നും മിന്നും പോരാഞ്ഞു മേലെ കാവിൽ കാറ്റിൻ താളം പോരാഞ്ഞു വേലപ്പൂരം കാണാൻ ഞാനും പോരാഞ്ഞു കൊടിയേറി കോവിൽ മുറ്റത്തെ വകപ്പൂ കൊമ്പിന്മീ ഓ ഓ ഓ അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് ഞാനല്ല പരുന്നല്ല തെറുകളല്ല ചെമ്മാനം വാഴണ തുറയറയൻ അങ്ങീ കടവിൽ പള്ളിയുറങ്ങാൻ മൂപ്പർ പോണതാണേ അന്തിക്കടപ്പുറത്തൊരോലക്കുടയെടുത്ത് നാലും കൂട്ടി മുറുക്കി നടക്കണതാരാണ് ആരാണ് കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വായന്റെ കാതെ നിന്റെ ചൊടിയിൽ വിരിയും മലരിനളികൾ മധുനുകരും കവിളിണയിൽ കുങ്കുമമോ പരിഭവ വർണ്ണ പരാഗങ്ങളോ കരിമിഴിയിൽ കവിതയുമായി വായന്റെ കാതെ ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും പടകാളി പെണ്ണേ നിൻ മണിമേയിൽ ചാത്തിടാൻ തുടുനാടൻ ചേലിൽ നിന്നെ വരവേൽക്കാൻ വന്നോളാം ഒരു വല്ലം പൊന്നും പൂവും കരിനീല ചാന്തും കണി കാണാ കുന്നിൽ മിന്നും തിരുകോടിപ്പാവും Come on, Gochan! പട്ടുടുത്ത് പൊട്ടുതൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം തൊട്ട് മുത്തുമാലയിട്ടൊരുങ്ങ് കസ്തൂരി എന്റെ കസ്തൂരി അഴകിൻ ശിങ്കാരി കളിയാടാൻ വാ മച്ചാനെ പൊന്നു മച്ചാനെ നിൻവിരി മാറത്ത് പടരാൻ മോഹം Come on everybody! ഗോവിന്ദ ഗോവിന്ദ അലറെ ഗോവിന്ദ അങ്ങാടി പാട്ടിൻ്റെ മേളം താ ഗോവിന്ദ ഗോവിന്ദ അലറെ ഗോവിന്ദ അങ്ങാടി പാട്ടിൻ്റെ മേളം താ മിന്നലടിക്കും മേഘത്തിൽ മിന്നി വിരങ്ങും ഗോവിന്ദ തങ്കരഥത്തിൽ പാഞ്ഞെത്തി മംഗളമരുളും ഗോവിന്ദ റാത്തേ പോ താനം തൊട്ടെന്നാൽ നേരോ നേരോ നെഞ്ചിൻ തുള്ള
കൊണ്ടാട്ടം. ഗോവിന്ദ 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 ആനന്ദ ഗോവിന്ദ ആലുല തേരോട്ട മഹാഗോവിന്ദ. ഗോവിന്ദ ഗോവിന്ദ ആനന്ദ ഗോവിന്ദ ആലുല തേരോട്ട മഹാഗോവിന്ദ. ശൂരൻ പടയുടെ ചമ്പട കൊട്ടിക്കോലം കൊള്ളും താളം, വീരൻ പടയുടെ വൻമുടിയേറ്റി കൊട്ടിക്കേറും താളം. ഇത് മുള്ളൻ കൊല്ലിക്കൊന്നിൻ മേലെ കാവടി എന്തും മേളം, ഇന്നിക്കരയുള്ളവൻ അക്കരെ എത്തും തക്കിരിതകിലടി മേളം. ഇത് മാമലമേലെ സൂര്യനുദിക്കും പുലരിക്കതിരിൻ വള്ളിത്തേര്, കാടും മലയും പുഴയും കടന്നു കയറി വരുന്നൊരു പള്ളിത്തേരാണ്. ഷഹനായിൽ വിരിഞ്ഞ സംഗീതത്തിൽ ഞങ്ങൾ കൊതുകിൻ്റെ സംഗീതം പാടെ മറന്നു. അപ്കമിങ് ആർട്ടിസ്റ്റ് എന്ന് വെച്ചാൽ ഇനിയും ഒരുപാട് ചെയ്യാനുണ്ട്. ഒന്നും ആയിട്ടില്ല എന്നാണ് ഒരു വാർണിംഗ് സിഗ്നൽ ആയിട്ടാണ് ഞാനത് എടുക്കണേ. அந்த நேரம் அந்தி நேரம் கண் பார்த்து கண்டனாகி போன நேரம் ஏதோ ஆச்சே. Emmanuel Silks Jai Hind Film Awards 2011 brought to you by Emmanuel Silks, powered by Bhima Jewelers.